സെന്റ് ജോൺ ഓഫ് ഗോഡ് സന്യാസ സഭാംഗമായ ബ്രദർ റോയ് ജോസഫ് താൻ ജീവിതത്തിൽ അനുഭവിച്ച പരിശുദ്ധ മറിയത്തിൻ്റെ മാതൃസ്നേഹ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണിവിടെ. മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ മരിയൻ ഭക്തി ജീവിതം മുഴുവൻ മുതൽക്കൂട്ടായി മാറിയതും ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിച്ചപ്പോൾ ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിൽ അമ്മ കടന്നുവന്ന് സഹായിച്ച അനുഭവങ്ങളും ബ്രദർ ഇവിടെ ഓർത്തെടുക്കുന്നു. പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് സ്നേഹിക്കുന്നവർക്കെല്ലാം ലഭിക്കുന്ന കരുതലും സംരക്ഷണവും ഈ ജീവിതത്തിലും കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. എൻ്റെ പേര് ബ്രദർ റോയ് ജോസഫ് പള്ളിപ്പറമ്പിൽ. ഞാൻ ബ്രദേഴ്സ് ഓഫ് സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് സഭയിലെ ഇന്ത്യൻ പ്രൊവിൻസിലെ അംഗമാണ്. ഞങ്ങളുടെ സഭ ഏതാണ്ട് 50ഓളം രാജ്യങ്ങളിൽ രോഗി ശുശ്രൂഷ രംഗത്ത് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലായി, കട്ടപ്പനയിലും കോട്ടയത്തും കേരളത്തിൽ പല സ്ഥലങ്ങളിലായി പ്രവർത്തിക്കുന്നു. എൻ്റെ വീട് കട്ടപ്പന കാഞ്ചിയാർ എന്ന സ്ഥലത്ത്. ചെറുപ്പം മുതലേ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എനിക്കുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഏൽക്കുമ്പോൾ തന്നെ അമ്മയോട് പ്രാർത്ഥിക്കുകയും ജപമാല ചെല്ലാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. അതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയിൽ വന്ന് പങ്കെടുത്ത് പോകുമായിരുന്നു. അത് കഴിഞ്ഞായിരുന്നു ജീവിതത്തിലോട്ട് പോകുന്നത്, സ്കൂളിൽ പഠിക്കാൻ പോയിരുന്നു എല്ലാം. വീട്ടിൽ എൻ്റെ മാതാപിതാക്കൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. പങ്കെടുക്കുന്നതിൽ എന്തെങ്കിലും അലംഭാവം കാണിച്ചാൽ അതിന് വഴക്ക് പറയുമായിരുന്നു. അങ്ങനെയൊരു നല്ലൊരു ശിക്ഷണത്തിൽ വളർന്നതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മയോട് എപ്പോഴും നല്ല ഭക്തിയായിരുന്നു. ചെറുപ്പം മുതലേ ഞാൻ ജപമാല എൻ്റെ കഴുത്തിൽ ധരിച്ചിരുന്നു. അതെനിക്കൊരു ഭയങ്കര ഒരു ധൈര്യമായിരുന്നു. പല കാലഘട്ടങ്ങളിലോട്ട് പോയപ്പോഴും എന്നെ സഹായിച്ചത് ജപമാലയുടെ ശക്തിയായിരുന്നു. ചെറുപ്പകാലത്ത് പഠിച്ചുകൊണ്ടിരുന്ന സന്ദർഭങ്ങളിലും ജപമാല ഒരു ദിവസം പോലും ഞാൻ ഉപേക്ഷിച്ചിരുന്നില്ല. അമ്മയുടെ ശക്തമായ ആ ഒരു മാധ്യസ്ഥം എന്നെ എപ്പോഴും മുന്നോട്ട് നടത്തിക്കൊണ്ടിരുന്നു. അതിലൂടെയാണ് എൻ്റെ ദൈവവിളിയെ, ഈശോയുടെ ഈ വിളിയിലേക്ക് എനിക്ക് കൂടുതൽ അടുക്കുവാനും ഈശോ ആഗ്രഹിച്ച രീതിയിൽ ഒരു പ്രത്യുത്തരം നൽകുവാനും സാധിച്ചത്. സെമിനാരി ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷവും എല്ലാ ദിവസവും ജപമാല ചൊല്ലി ഉള്ള പ്രാർത്ഥനയെ ഉള്ളായിരുന്നു. സ്വന്തമായി ജപമാല ചൊല്ലുമായിരുന്നു. പ്രാർത്ഥിച്ച് ഒരു ശക്തി എനിക്ക് കൈവരിക്കുമായിരുന്നു. എൻ്റെ വീട്ടിലേക്ക് ചെന്ന് കടന്നു ചെല്ലുമ്പോൾ കുടുംബത്തിൽ പ്രത്യേകമായ അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെ ഉണ്ടായിരുന്നു. ചാച്ചന് രോഗിയായി മരിച്ചു. ആ സന്ദർഭങ്ങളിൽ എൻ്റെ മൂത്ത ചേട്ടന് അമ്മയോട് ഭയങ്കര ഭക്തിയോടും കുടുംബത്തിലെ ഭക്തി കൊണ്ടും ചാച്ചന് ക്യാൻസർ രോഗം മൂലമാണ് ചാച്ചൻ മരിക്കുന്നത്. അന്ന് ഒരു നേർച്ച നേർന്നിരുന്നു. അമ്മയുടെ ഒരു രൂപം മേടിച്ച് പള്ളിക്ക് കൊടുത്തേക്കാം, കുടുംബത്തിലെ ആർക്കും യാതൊരു വിധത്തിലും ഈ അസുഖം ഇനി ഉണ്ടാകാൻ ഇടവരുത്തരുത് എന്ന്. ഏകദേശം 33 വർഷം കഴിഞ്ഞു. ഇന്നുവരെയും കുടുംബത്തിൽ അങ്ങനെയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുമില്ല. പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യവും അനുഗ്രഹവുമാണ് ഞങ്ങളുടെ ഈ കുടുംബത്തെ ഇത്രയും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മയുടെ ആ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ അമ്മയെ വിളിച്ചവർ, എൻ്റെ സിസ്റ്റേഴ്സ് 2 പേര്, ഒരാൾ FCC കോൺവെൻറ്റിലും രണ്ടാമത്തെ ആൾ SD കോൺവെൻറ്റിലും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചാച്ചൻ മരിച്ചതിന് ശേഷം അമ്മയാണ് ഞങ്ങളെ നല്ല രീതിയിലും പ്രാർത്ഥനയിലും വളർത്തിയിരുന്നത്. അമ്മയുടെ നിരന്തരമായ ആ പ്രാർത്ഥന അത് ഇന്നും ഞങ്ങളെ ആ വഴിയിലേക്ക് നടക്കാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഞങ്ങളുടെ സമർപ്പണ ജീവിതത്തിന് ഒരു ശക്തി നൽകുന്നത് ഞങ്ങളുടെ അമ്മയുടെ പ്രാർത്ഥനയാണ്. അമ്മ ഇന്നും 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. 85 വയസ്സ് ഉണ്ടെങ്കിലും അമ്മയുടെ ആ പ്രാർത്ഥന ഞങ്ങളെ
എപ്പോഴും ഞങ്ങൾക്കൊരു ശക്തിയും സ്നേഹവും, അമ്മയോടുള്ള സ്നേഹവും പരിശുദ്ധ അമ്മയോടുള്ള ആ സ്നേഹവും ഞങ്ങളെ വഴി നടത്തുന്നു. എൻ്റെ പത്താം ക്ലാസ് റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് ഒരു സെമിനാരിയിൽ ചേരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ റിലേറ്റീവ്സായിട്ടുള്ള ബ്രദർ ജോസഫും അതുപോലെ 2 സിസ്റ്റേഴ്സും സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് സഭയിലുണ്ട് എന്നുള്ളത് അറിയുന്നതും, പിന്നെ കൂടുതലായി ബ്രദർ ഫോർത്തുനാത്തോസിനെ പറ്റി അറിയുകയും അദ്ദേഹം ചെയ്യുന്ന രോഗി ശുശ്രൂഷകൾ ഇവിടെ കാണാനിടയാകുകയും ചെയ്തു. എൻ്റെ ഇടവക പള്ളിയിൽ തന്നെ അനേക വീടുകൾ വെച്ചു കൊടുക്കുകയും ഒത്തിരി ദിവ്യകാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുകയും ചെയ്തിരുന്നു. അത് എനിക്ക് കൂടുതൽ ആഗ്രഹം ജനിപ്പിച്ചു. എന്നാൽ സഭയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ രോഗികളെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടതെന്നും അത് എങ്ങനെയായിരിക്കണം ഞാൻ എന്നും എല്ലാം എനിക്ക് ഒരു ബോധ്യം തന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിലെല്ലാം പരിശുദ്ധ അമ്മയായിരുന്നു. ഞാൻ വീട്ടിലായിരുന്ന സന്ദർഭങ്ങളിൽ പോലും എല്ലാ ശനിയാഴ്ചയും എൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അമ്മയോടുള്ള നൊവേനയിൽ പങ്കെടുക്കുക, പ്രാർത്ഥിക്കുക. അത് പ്രത്യേക ഒരു ശക്തിയായിരുന്നു. അത് ഞാൻ സെമിനാരി ജീവിതം കഴിഞ്ഞും ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും ഉള്ള നൊവേന അത് സ്വന്തമായിട്ടാണെങ്കിലും എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. സെമിനാരിയിലേക്ക് കടന്നു വന്നു. ആദ്യം ചെന്നൈയിലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ പരിശീലന കാലഘട്ടങ്ങളിലെല്ലാം സാധാരണ പ്രാർത്ഥനയിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ ബൈബിള് വായിക്കുകയും ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് എനിക്കൊരു ഭയങ്കര ഒരു ശക്തിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അത് തരണം ചെയ്യാനുള്ള കൃപ അവിടുന്ന് പരിശുദ്ധ അമ്മ എനിക്ക് നൽകി. അമ്മയുടെ ആ ഒരു അനന്ത പരിപാലന എപ്പോഴും എനിക്കുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഓരോ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹചര്യങ്ങളിലും റിസൾട്ട് മോശമായി വന്ന സാഹചര്യങ്ങളിലും എല്ലാം അമ്മയാണ് എന്നെ താങ്ങി നിർത്തിയത്. ആ സന്ദർഭങ്ങളിലെല്ലാം ജപമാല ചൊല്ലുകയും ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ശക്തി എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് നിറയുന്നതായിട്ട് ഞാൻ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ആ ജപമാല ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മുടക്കാറില്ല. ജപമാല അത് എന്നെ അമ്മയും ഈശോയുമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിലേക്ക് ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നു. സഭയുടെ ചൈതന്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധ ജോൺ ഓഫ് ഗോഡിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യേകം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട 2 സന്ദർഭങ്ങളിൽ ഉണ്ട്. സ്പെയിനിലെ ഗാന്തലൂപ്പ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വിശുദ്ധ ജോൺ ഓഫ് ഗോഡ് ചെന്ന പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ച് ഈ ആതുര ശുശ്രൂഷ രംഗം അധികം തുടങ്ങുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും കൂടെ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങളുടെ സഭയുടെ എംബ്ലമായ മാതള നാരങ്ങയിൽ കുരിശ് അത് പ്രത്യേകം അമ്മ സെൻറ്റ് ജോൺ ഓഫ് ഗോഡിന് നൽകിയതായിരുന്നു. അത് ഇന്നും സഭയുടെ എംബ്ലമായിട്ട് നിലനിൽക്കുന്നു. അത് എന്നെ പ്രത്യേകമായി ആകർഷിച്ചു. അതുപോലെ തന്നെ സഭയ്ക്ക് ഒരു വർഷത്തിൽ നവംബർ മാസത്തിലെ 3-ാമത്തെ ശനിയാഴ്ച പ്രത്യേകം ഞങ്ങളുടെ സഭ സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് ഹോസ്പിറ്റൽ റോഡ് ഓഫ് സെൻറ്റ് ജോൺ ഓഫ് ഗോഡ് എന്ന സഭ അമ്മയുടെ പ്രത്യേക തിരുനാൾ ദിനമായി ആഘോഷിക്കുന്നു. എല്ലാ കമ്മ്യൂണിറ്റികളിലും ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ആ ചൈതന്യത്തിൽ എനിക്ക് കൂടുതൽ വളരുവാനും അങ്ങനെ വളർന്നു വന്നുകൊണ്ടിരുന്ന അവസരങ്ങളിൽ ഏകദേശം 2000 ആണ്ടോ ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് കൂടുതൽ ജപമാല ചൊല്ലണം എന്നുള്ള ആഗ്രഹം വരികയും ഞാൻ ഒരു ദിവസം എല്ലാ രഹസ്യവും ചൊല്ലി കാഴ്ചവെക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഓരോ വർഷം മാറുന്തോറും എത്ര കൂടുതലായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാവോ അത് കൂടുതലായി പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഓടിച്ചെന്ന് ജപമാല ചൊല്ലുന്ന ഒരനുഭവം എനിക്കുണ്ട്. അടുത്ത കാലത്ത് കഴിഞ്ഞ നവംബറിലാണെന്ന് തോന്നുന്നു
കഴിഞ്ഞ നവംബറിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി സ്ഥലത്ത് പ്രത്യേകിച്ച് ജോലിക്കാരനില്ലാതെ വരികയും ആ ജോലിയിൽ പ്രത്യേകിച്ച് ഒരു തടസ്സം വന്ന ഒരവസരം. ഞാൻ അന്നേരം എൻ്റെ സുപ്പീരിയറോട് പറഞ്ഞു, ഞാൻ ഈ ജോലി സ്ഥലം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഇത് കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്ന്. പക്ഷേ അതൊരു കന്നുകാലി ഫാം ആയിരുന്നു. ആ ഫാമിൽ ആളില്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. പക്ഷെ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ റൂമിലേക്ക് പോവുകയും റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പെട്ടെന്ന് ജപമാല ചെല്ലണം എന്ന്. ജപമാല അവിടെ നിന്ന് മുട്ടുമേ നിന്ന് ജപമാല ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഫോൺ വിളിച്ച ഉടനെ തന്നെ അതിന് ജോലിക്കാരനെ കിട്ടുകയും അതൊരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഉള്ള ആ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ എത്ര പെട്ടെന്നാണ് ഇടപെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. അതുപോലെ തന്നെ ഓരോ ദിവസവും കിട്ടുന്ന സമയം അനുസരിച്ച് ലോകത്തിൻ്റെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മ ഇതിലൂടെ ഓരോ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എന്നെ അതിലൂടെ ഒരുക്കുന്നതായിട്ട് കൂടുതൽ സമയം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി വിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ കൂടുതൽ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ എന്നെ ഒരുക്കുന്നു. ഒരു ദിവസം രാവിലെ തുടങ്ങുമ്പോൾ തന്നെ 3:30 ആകുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ മുന്നിലെത്തുമ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് കുരിശിൻ്റെ വഴിയും ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അത് എത്ര സമയം ഇരുന്നാലും എനിക്ക് ഒരു മടുപ്പും തോന്നാറില്ല. കൂടുതൽ സമയം ഈശോയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു ശക്തി എപ്പോഴും അമ്മ എനിക്ക് നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ോട് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരു തളർച്ചയോ ഒന്നും എനിക്ക് തോന്നാറില്ല. അതിലൂടെ എനിക്ക് ഒരു ശക്തി കൂടുതൽ മറ്റുള്ളവരോട് എങ്ങനെ ഒരു അനുകമ്പാർദ്രമായ സ്നേഹം നൽകാം എന്ന് എന്നെ പഠിപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പലവിധമായ രോഗങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അതെല്ലാം പലപ്പോഴും ഒരനുഗ്രഹങ്ങളായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിലായിരുന്ന സന്ദർഭങ്ങൾ, അത് കുറേ ദിവസങ്ങൾ അതിലൂടെ കടന്നു പോയപ്പോൾ ICUയിൽ കിടക്കേണ്ടി വന്ന അവസരങ്ങൾ, അവിടെയെല്ലാം കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഹിച്ച് എപ്പോഴും പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി മുന്നോട്ട് പോയി. അത് പിന്നീട് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അതൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. കാരണം ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. അത് ആ അസുഖത്തിലൂടെ അമ്മ അവിടുന്ന് മാറ്റി തന്നു. അതിനുശേഷം മെനിഞ്ചൈറ്റിസ് മൂലം ആശുപത്രിയിൽ കിടന്ന സന്ദർഭങ്ങളിൽ അത് ശരിക്കും അതിൻ്റെ കോസ് എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എങ്കിലും വളരെയധികം വേദനകൾ സഹിച്ച് ദേഹത്തെല്ലാം നീരായി ഇരുന്ന സന്ദർഭങ്ങളിലെല്ലാം കൂടുതൽ പരിശുദ്ധ അമ്മയിലോട്ട് തിരിയുവാനും അമ്മയുടെ മധ്യസ്ഥം വഹിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും സാധിച്ചു. അത് എൻ്റെ രോഗീ ശുശ്രൂഷ രംഗത്ത് ഞാൻ മറ്റുള്ളവർക്ക് ചെയ്ത ഓരോ നന്മ പ്രവൃത്തികളിലും അത് എങ്ങനെയാണ് ഞാനും എങ്ങനെയായിരിക്കണം എന്നെല്ലാം അതെന്നെ ബോധ്യപ്പെടുത്തി തന്നു. ഓരോ രോഗങ്ങളുണ്ടാകുമ്പോഴും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും എല്ലാം എനിക്ക് തന്ന അതേ ട്രീറ്റ്മെൻറ്റ് തന്നെ അത് തന്നെ മറ്റുള്ളവർക്കും ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്ന മേഖലകളിൽ എനിക്ക് അവർക്ക് കൊടുക്കുവാനും അവരെ സഹായിക്കുവാനും എല്ലാം എനിക്ക് സാധിച്ചിട്ടുണ്ട്. മെനിഞ്ചൈറ്റിസ് മൂലം സഫർ ചെയ്ത അവസരം അത് വളരെ വേദനാകരമായിരുന്നു. ആ ദിവസങ്ങൾ ദേഹത്ത് മൊത്തം നീരും, സംസാരിക്കാൻ പോലും പറ്റിയല്ലാത്ത അവസരങ്ങളുണ്ടായിരുന്നു. 3 പ്രാവശ്യം തൃച്ചിയിൽ നിന്ന് എന്നെ ഈ രോഗം മൂലം കട്ടപ്പനയിൽ കൊണ്ടുവരികയും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുകയും ചെയ്തു. അത് ശരിക്കും പിന്നീട് എനിക്ക് മനസ്സിലായി, അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. അവിടെ നിന്ന് ഞാൻ ട്രാൻസ്ഫറായി പോരുക എന്നത് ദൈവം
നിശ്ചയിച്ച സമയമായിരുന്നു അത്. ആ സമയത്ത് അവിടുന്ന് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോന്നു. ഇവിടെ വന്നതിന് ശേഷം കൂടുതൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ രോഗം പിന്നെ വന്നിട്ടില്ല. അതുപോലെ അതങ്ങോട്ട് കഴിഞ്ഞു. 1 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചിക്കൻ പോക്സ് അതികഠിനമായി എന്നെ പിടിപെട്ടു. ചെറിയൊരു പനി വന്നപ്പോൾ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റായി. എങ്കിലും അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ മേലാത്ത ഒരു സ്ഥിതിയിലായിരുന്നു. ഒരു ദിവസം 2 നേരം പോലും സ്കാൻ ചെയ്ത അവസരങ്ങളുണ്ടായിട്ടുണ്ട്. എന്നിട്ടും അതിൻ്റെ കോസ് എന്നാണെന്നോ ചിക്കൻ പോക്സ് ആണെന്നോ കണ്ടുപിടിക്കാൻ പറ്റുകയില്ലായിരുന്നു. ഹോസ്പിറ്റലിലുണ്ടായിരുന്ന ഡോക്ടേഴ്സെല്ലാം അവർക്ക് പറ്റുന്ന രീതിയിലെല്ലാം അവർ പരിശ്രമിച്ചു. അവസാനം എന്നെ ഇവിടുന്ന് റെഫർ ചെയ്യുന്ന ഒരവസരം, എല്ലാം ഞാൻ ഒരുങ്ങി പോകാനായിട്ട് റെഡിയായിരിക്കുന്ന സമയത്ത് ലെറ്ററും എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം അവർ വിളിച്ചു, അമൃത ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്യുക എന്നും ചോദിച്ചുകൊണ്ട്. ആ സമയത്ത് കറക്റ്റ് അവർ ചിക്കൻ പോക്സ് എന്ന് അവിടുന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. അത് വയറ്റിൽ നിന്നാണ് ഈ ചിക്കൻ പോക്സ് ഉണ്ടായത്. അതുകൊണ്ട് ആയിരുന്നു ആ അതികഠിനമായ വേദന വയറ്റിലുണ്ടായിരുന്നത് എന്ന്. അത് കഴിഞ്ഞ് ചിക്കൻ പോക്സ് ആണ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ആശുപത്രിക്കാരും എടുക്കുകയില്ലായിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, എന്നെ അമൃതയിലോട്ട് കൊണ്ടുപോകരുത് എന്ന്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് വന്ന് പറയുകയാണ്, ആരും അവിടെയൊന്നും എടുക്കുകയില്ല എന്ന്, നമുക്ക് തന്നെ ട്രീറ്റ്മെൻറ്റ് ഇവിടെ തുടങ്ങാം എന്ന്. അങ്ങനെ ഈ രോഗത്തിന് മരുന്ന് പുറത്തുനിന്ന് വരുത്തി അവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഏകദേശം 15 ദിവസത്തോളം ആശുപത്രിയിൽ തന്നെ ചെലവഴിച്ചു. 7 ദിവസം 3 നേരം ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് തുടർന്നു കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോൾ ആ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്ന സൈഡ് എഫക്റ്റ് 1000-ൽ ഒരാൾക്കുണ്ടാകുമായിരുന്ന ആ സൈഡ് എഫക്റ്റ് എനിക്ക് തന്നെ അത് അനുഭവം ഉണ്ടായി. ഞാൻ അതിലൂടെ വളരെയധികം ഭയപ്പെടുകയും തലകറങ്ങി ബാത്റൂമിൽ വീഴുകയും സോഡിയം കുറഞ്ഞു പോവുകയും എല്ലാ അനുഭവങ്ങളും ഉണ്ടായി. അവിടെയെല്ലാം പരിശുദ്ധ അമ്മ എന്നെ രക്ഷിച്ചു. അമ്മയുടെ ആ ശക്തമായ സാന്നിധ്യമാണ് അമ്മ എന്നെ മുന്നോട്ട് നടത്തിയതും. അത് കഴിഞ്ഞ് ഓരോ രോഗങ്ങളിലും കടന്നു വരുമ്പോൾ കൂടുതലായിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസരം എനിക്ക്, പിന്നെ ഈശോ സഹിച്ചതിൻ്റെ ആ സഹനത്തോടു കൂടി എനിക്കും അത് സഹിക്കുവാനുള്ള ഒരു അനുഗ്രഹമായിട്ട് ഓരോ രോഗങ്ങളും കടന്നു വരുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നു. അടുത്ത കാലത്ത് ഒരു ദിവസം പെട്ടെന്ന് BP-യും ശ്വാസം മുട്ടലും കൂടിയതിൻ്റെ ഫലമായിട്ട് ICUയിൽ അഡ്മിറ്റ് ചെയ്തു. 4 മണി വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്ന ഞാൻ, പക്ഷേ അതിനു മുമ്പ് ശരിക്കും ശക്തമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു രോഗികൾക്ക് വേണ്ടി. അതുപോലെയുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആണ് എനിക്ക് എന്തോ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നു, എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന്. അത് പെട്ടെന്ന് ഇങ്ങനെ വന്നു സംഭവിച്ചു. BP അതികഠിനമായിട്ട് കൂടുകയും ശ്വാസം മുട്ടലും കൂടി ICUയിൽ അഡ്മിറ്റ് ചെയ്ത് അത് 2 ദിവസം കൊണ്ട് എല്ലാം മാറി തിരിച്ചു വന്നു. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ അസുഖങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സന്ദർഭങ്ങളിലെല്ലാം അത് ഞാൻ പരിശുദ്ധ അമ്മയും ഈശോയോടും കൂടി എനിക്ക് സഹിക്കുവാനുള്ള ഒരവസരമായിട്ട് ഞാൻ അതിനെ കാണുകയും അതിനെ കാഴ്ചവെക്കുകയും അതുപോലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനേകം അപകടങ്ങൾ നടന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. എപ്പോഴും തന്നെ അപകടങ്ങളുണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം എൻ്റെ കഴുത്തിൽ ജപമാല ഞാൻ അണിഞ്ഞിരുന്നു. ആ അമ്മയുടെ ആ ശക്തമായ സാന്നിധ്യം കൊണ്ടാണ് ആദ്യമായി ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ 25 അടി താഴ്ചയുള്ള ഒരു കിണറ്റിലേക്ക്, അടി പാറയായിരുന്നു, അവിടെ ഞാൻ വീഴുന്നു. ചെന്ന് വീഴുന്നത് ഞാൻ ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഏതാനും നിമിഷം കഴിയുമ്പോൾ ഞാൻ ഏറ്റിരുന്ന് ഞാൻ തന്നെ അവിടെ ഇരുന്ന് വിളിച്ച് ആൾക്കാർ വരുന്നു, അവിടുന്ന് എന്നെ കരയ്ക്ക് കയറ്റുന്നു. പക്ഷേ എനിക്കൊരു പോറൽ പോലും അവിടെ ഏറ്റില്ല.
അതിനെപ്പറ്റി അന്ന് വികാരിയച്ഛനായിരുന്ന ഇന്നത്തെ നമ്മുടെ കോതമംഗലം ബിഷപ്പ് എന്നോട് ചോദിച്ചത് ഞാൻ ഓർക്കുന്നു. ആരാണ് നിന്നെ രക്ഷിച്ചത് എന്ന് അച്ഛൻ വീട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ അന്നേരെ പറഞ്ഞത് ഈശോയും അമ്മയും ആണ് എന്ന്. അതെനിക്കൊരു ഒരിക്കലും മറക്കാൻ മേലാത്ത ഒരു അനുഭവമാണ്. അതിനുശേഷം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു മരത്തിൽ നിന്ന് മറിഞ്ഞു വീഴുന്നു. മരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ അത് ചവിട്ടിയിരുന്ന ആ കമ്പ് ഒടിഞ്ഞു വീഴുകയും റോഡിലേക്ക് നിലംപതിക്കുകയും ചെയ്യുന്നു. അന്ന് എനിക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. പല്ല് ഇളകി, 2 പല്ല് ഫ്രണ്ടിലെ ഇളകി, കാലിൽ ചെറുതായിട്ടൊരു പോറൽ ഉണ്ടായി. അവിടെയും പരിശുദ്ധ അമ്മയുടെ ശക്തമായ സംരക്ഷണം എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ അടുത്തയിടയ്ക്ക് എല്ലാവരും അറിഞ്ഞു കാണും, 2 പേര് വെള്ളത്തിൽ പോയി 2 കുട്ടികൾ മരിച്ചത് പൂഞ്ഞാർ എന്ന സ്ഥലത്ത് വെച്ച്. ആ കയത്തിൽ തന്നെ ഞാനും പോവുകയും അവിടെ ചെന്ന് അതിൽ വെള്ളം കുടിക്കുകയും ചെയ്തു. അവിടെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ രക്ഷിച്ചു. അതും പരിശുദ്ധ അമ്മയുടെ ഒരു ശക്തമായ സാന്നിധ്യം കൊണ്ടായിരുന്നു എന്നെനിക്കറിയാം. അത് കഴിഞ്ഞ് കട്ടപ്പന പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ കുളത്തിൽ ബ്രദേഴ്സ് എല്ലാവരും കൂടെ നീന്താനായിട്ട് പോയ സന്ദർഭം. അവിടെ വെച്ചും ഇതുപോലെ തന്നെ ഞാൻ വെള്ളത്തിൽ താഴ്ന്നു പോവുകയും വെള്ളം കുടിക്കുകയും അത് കണ്ടു നിന്നിരുന്ന എൻ്റെ ബ്രദേഴ്സ് അവർ ചാടി പിടിച്ചതിൻ്റെ ഫലമായിട്ട് അവിടുന്ന് എന്നെ രക്ഷിച്ചു. അതും എനിക്ക് ഒരു ഉത്തമ ബോധ്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യമാണ് എന്നെ ഇവിടെയെല്ലാം കാത്തു പരിപാലിച്ചത് എന്ന്. അപകടങ്ങളിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും എന്നെ നടത്തുന്നത് പരിശുദ്ധ അമ്മയാണ് എന്നെനിക്കറിയാം. കാരണം എന്നും രാവിലെ എഴുന്നേറ്റുള്ള ആ ജപമാല പ്രാർത്ഥന അത് ആ ദിവസത്തെ എന്നെ ഒരു പുതിയ വ്യക്തിയായി എന്നെ മാറ്റി ശക്തിപ്പെടുത്തുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ശുശ്രൂഷ ജീവിതം കൂടുതലായി ആക്റ്റീവായിട്ട് തുടങ്ങുന്നത് 2006 സെപ്റ്റംബർ 1 തൊട്ട് 8 വരെ നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തോട്ടിറങ്ങുമ്പോഴാണ്. കൂട്ടുകാരനായ ഷാജി ബ്രദർ, പുള്ളിക്കാരന് ശുശ്രൂഷ പല മേഖലകളിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ആരാധന വേണം, നിരന്തരമായിട്ടുള്ളൊരു ആരാധനയും പ്രാർത്ഥനയും നമുക്ക് തുടങ്ങണം എന്ന്. അതിൻ്റെ ഫലമായി ഞാൻ ആയിരുന്ന ആ ഹൗസിൽ ആരാധനയും ഡൊമിനിക്കച്ചനും മാത്യു നായ്ക്കമ്പലച്ചൻ്റെയും സഹായത്തോടെ പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുകയും അവരുടെ ഗൈഡൻസിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ 1 വർഷത്തോളം ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് ഞങ്ങളോട് പറയുന്നു അത് നിർത്ത് എന്നുള്ള കാര്യം. അച്ഛൻ്റെ ഒരു ഗൈഡൻസ് നിർത്താൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പയ്യെ സ്ലോ ആയി. അതോടെ ഞങ്ങളെല്ലാവരും പല മേഖലകളിലോട്ട് ട്രാൻസ്ഫറായി പോകുന്ന ഒരു രംഗം. അത് കഴിഞ്ഞേച്ച് ഞങ്ങൾ ചെന്ന ഇടങ്ങളിലെല്ലാം ഞങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് പല ഡെലിവറൻസ് മേഖലകളിലും കൗൺസിലിംഗ് മേഖലകളിലും എല്ലാം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. അവിടെയെല്ലാം മാതാവിൻ്റെ ശക്തമായ സംരക്ഷണം ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ 2018 സെപ്റ്റംബർ 1 തൊട്ട് 8 വരെ നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തോട്ടിറങ്ങുമ്പോഴാണ് അടുത്ത ഒരു അമ്മയുടെ പ്രത്യേക ഇടപെടലിൽ മഞ്ജുകൊറിയയ്ക്ക് പോകാനായുള്ള അവസരം ഒരുക്കിയത്. അതിലൂടെ കൂടുതൽ അമ്മയെ കൂടുതൽ അറിയുവാനും അനുഭവിച്ചറിയുവാനും ഉള്ള ഒരവസരമായിരുന്നു. കൂടുതൽ അമ്മയുടെ ആ അനുഭവം കൂടുതൽ അടുത്തുണ്ട് എന്നുള്ള അനുഭവം പല മേഖലകളിലും അവിടെ ചെന്നപ്പോൾ അനുഭവിച്ചറിഞ്ഞു. പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായിട്ട് സുഗന്ധ അഭിഷേകം കൊണ്ട് നിറയുകയും ഒരു ശക്തി വന്ന് നിറയുകയും ചെയ്യുന്നു. അതിലൂടെ കൂടുതലായി പ്രാർത്ഥനാ മേഖലയിലൂടെ പോകുമ്പോൾ മറിയത്തിൻ്റെ സ്തോത്രഗീതം ചൊല്ലി പ്രാർത്ഥിക്കുവാനും അതിലൂടെ കൂടുതൽ തിന്മയുടെ ശക്തികൾ കൗൺസിലിംഗ് മേഖലകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിട്ടുപോകുന്നതായിട്ടും കാണാൻ സാധിച്ചു. അത് കൂടുതൽ പ്രാർത്ഥിക്കുവാനും അമ്മയോട് കൂടുതൽ
ജപമാലയും സ്തോത്രഗീതവും കൂടുതൽ കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള ഒരു അനുഗ്രഹമായിട്ട് അത് എനിക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടും ഇരിക്കുന്നു.